ദോഹയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടതായാണ് ഹമാസ് അറിയിക്കുന്നത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഏറ്റെടുത്തു. ഇസ്രയേലിൻ്റെത് ഭീരുത്വം നിറഞ്ഞ സമീപനമെന്ന് ഖത്തർ കുറ്റപ്പെടുത്തിയപ്പോൾ ഇസ്രയേൽ ആക്രമണം ഖത്തറിനെ US മുൻകൂട്ടി അറിയിച്ചെന്ന വാദവും ഖത്തർ തള്ളിയിരിക്കുകയാണ്. ഖത്തറിന് പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ഗൗതം അമർകുഞ്ചം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഗൗതം, നോക്കൂ, ഇരയ്ക്കൊപ്പം വേട്ടക്കാരനൊപ്പം ഓടുകയും ഇരയ്ക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, അതേ പ്രവൃത്തിയാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ്, അവരുടെ ആം ഡീലറായിട്ടുള്ള ആളാണ് ഈ ഖത്തറിന്, അവരുടെ മറ്റൊരു സഖ്യകക്ഷിയായിട്ടുള്ള ഖത്തറിന് എതിരെ ആക്രമണം നടത്തിയിരിക്കുന്നത്. ലോകമാകെ നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് മലയാളികളും ഇന്ത്യക്കാരും എല്ലാവരും നടുങ്ങിപ്പോയിട്ടുള്ള ഒരു ആക്രമണം കൂടിയാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ട്രംപ് ഖത്തറിനെ വീണ്ടും ചേർത്ത് പിടിക്കാനുള്ള ശ്രമമാണോ? പക്ഷേ ഖത്തറിന്റെ പ്രതികരണം വിപരീതമല്ലേ? തീർച്ചയായിട്ടും പിന്നിൽ സൂചിപ്പിച്ച പോലെ തന്നെ വേട്ടക്കാരനൊപ്പം ഓടുകയും ഇരയ്ക്കൊപ്പമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന പതിവ് നയം തന്നെയാണ് ഈ വിഷയത്തിലും ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ആക്രമണം ഉണ്ടായതിന് പിന്നാലെ തന്നെ വൈറ്റ് ഹൗസ് നൽകിയ BBC-ക്ക് നൽകിയ പ്രതികരണത്തിൽ വൈറ്റ് ഹൗസ് പ്രതിനിധി വ്യക്തമാക്കിയത് ഈ ആക്രമണത്തെക്കുറിച്ച് തങ്ങൾക്ക് അറിയാമായിരുന്നു എന്നാണ്. ഈ ആക്രമണം നടക്കുമെന്ന് സംബന്ധിച്ച് വിവരം ലഭിച്ചിരുന്നു എന്നാണ്. പിന്നീട് പക്ഷേ വൈറ്റ് ഹൗസിൻ്റെ ഈ പ്രതികരണത്തെ തള്ളിക്കൊണ്ടാണ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട നിലപാട് സ്വീകരിക്കുന്ന സമയത്ത് അത്തരത്തിൽ വിവരം ലഭിച്ചിരുന്നെങ്കിലും അപ്പോഴേക്കും ആക്രമണം നടന്നിരുന്നുവെന്നും അത് തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു ന്യായീകരണമൊക്കെ നടത്തുന്നത്. പക്ഷേ എങ്കിൽ പോലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ പ്രതികരണത്തിൽ, അല്ലെങ്കിൽ ഖത്തറിന് നൽകിയിരിക്കുന്ന പിന്തുണയുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനയിൽ ട്രംപ് സൂചിപ്പിക്കുന്നത് ഖത്തർ അമേരിക്കയുടെ ഉറ്റ സുഹൃത്താണ്, എല്ലാ കാലത്തും ഒരു ശക്തമായ സുഹൃത്ത് ബന്ധം തുടരുകയും ചെയ്യും. അതേസമയം ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ഈ ഒരു നടപടി അത് അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങളെ സാധൂകരിക്കുന്നതല്ല, ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള വഴിയല്ല, ആ ലക്ഷ്യങ്ങളിലേക്കുള്ള മാർഗം ഇതല്ല എന്നുള്ളൊരു പ്രഖ്യാപനത്തോടു കൂടിയാണ് ഖത്തറിനെ പിന്തുണയ്ക്കുന്നതായി ട്രംപ് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായ വൈറ്റ് ഹൗസിൻ്റെ പ്രതികരണം ഈ വിവരം നേരത്തെ അറിയാമായിരുന്നു എന്നുള്ള പ്രതികരണമാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിക്കും എന്നത് സംബന്ധിച്ച് അമേരിക്കയ്ക്കും ട്രംപിനും വിവരമുണ്ടായിരുന്നു എന്നതിൽ തർക്കമില്ല. അത് സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു വിവരം ഉണ്ടായിരുന്നതായി തന്നെയാണ് ആദ്യത്തെ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നത്. എന്നാൽ ട്രംപ് ഇപ്പോൾ പറയുന്നത് ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ഈ അക്രമത്തെ അപലപിക്കുമ്പോഴും അത് നടത്തിയ സ്ഥലം, അതായത് ദോഹയിൽ ഈ ആക്രമണം നടത്തിയത് വളരെ മോശമായി പോയി എന്നുള്ള ഒരു നിലപാടാണ് ട്രംപിനുള്ളത്. അതേസമയം അക്രമം, ഹമാസിനെതിരായ അക്രമം മറ്റൊരു രാജ്യത്ത് വെച്ച് നടക്കുന്നതിനെ സംബന്ധിച്ച് ട്രംപ് ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. ഖത്തറിൽ ഇത് നടന്ന സ്ഥലത്തെ സംബന്ധിച്ച് മാത്രമാണ് ഈ പ്രതികരണത്തിൽ എടുത്തു പറയുന്നത്. ഒപ്പം തന്നെ ഖത്തറിനെ ചേർത്ത് പിടിക്കുമെന്നും ഈ തുടർ നടപടികൾ, അതായത് തുടർ ആക്രമണങ്ങൾ അല്ലെങ്കിൽ അതിലുള്ള ഒരു പ്രതിരോധങ്ങളൊക്കെ മുന്നോട്ട് പോകാത്ത തരത്തിലേക്ക് ഈ സാഹചര്യത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം ട്രംപ് പ്രകടിപ്പിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ട്രംപാണ് ഈ സംഘർഷങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന് വരുത്തി തീർക്കുന്നതിനുള്ളൊരു ശ്രമം ഈ ആക്രമണത്തിന് പിന്നിലും ട്രംപിൻ്റെ നിലപാടിൽ വ്യക്തമാകുന്നുണ്ട്. അതായത് ഇനി തുടർന്നുള്ള സംഘർഷങ്ങൾ ഉണ്ടാകില്ല, നേരത്തെ വിവരം ലഭിച്ചതിന് ശേഷം സമയം ലഭിച്ചിരുന്നുവെങ്കിൽ താൻ ഈ ആക്രമണം തടയുമായിരുന്നു എന്ന തരത്തിലാണ് ട്രംപ് ഖത്തറിനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ ഖത്തറിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തൻ്റെ പ്രതികരണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ നയതന്ത്ര ബന്ധങ്ങളൊക്കെ ഉലയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. കാരണം ഖത്തർ നേരത്തെ തന്നെ നമുക്കറിയാം, മുൻപ് ഇറാനുമായുള്ള പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഖത്തറിലേക്ക് ആക്രമണം നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അന്ന് ഖത്തർ പ്രഖ്യാപിച്ചിരുന്നത് ഇത് ഖത്തറിൻ്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറിയിട്ടുള്ള അക്രമമാണ്. അത്തരത്തിലുള്ള പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഏത് രാജ്യം ഇടപെട്ടാലും ശക്തമായ പ്രതിരോധം ഉണ്ടാകുമെന്ന് ഖത്തർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നീട് അന്താരാഷ്ട്ര രാജ്യങ്ങളൊക്കെ ഇടപെട്ട്, അല്ലെങ്കിൽ UN ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇടപെട്ടുകൊണ്ട് നടത്തിയ ചില ചർച്ചകളൊക്കെയാണ് തുടർന്നുള്ള നയങ്ങളിൽ നിന്നും ഖത്തറിനെ പിന്തിരിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ വീണ്ടും അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടുള്ള ദോഹ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം, അത് ഏത് തരത്തിലായിരിക്കും ഖത്തർ ഇനി അടുത്ത ഘട്ടത്തിൽ പ്രതികരിക്കുക എന്നത് ഏറ്റവും നിർണായകരമാണ്. പ്രത്യേകിച്ച് നയതന്ത്ര ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വ്യാപാര കരാറുകൾ നിലനിൽക്കുന്നുണ്ട്, ആഗോള മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമാകുന്ന സാഹചര്യത്തിലാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നത് സംബന്ധിച്ച് നിർണായകമാണ്. എന്തായാലും നിലവിൽ ഖത്തർ അമേരിക്കയുടെ ഈ പിന്തുണയെ അത്ര കണ്ട് ആശ്ലേഷിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ഖത്തർ അമേരിക്കയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സഖ്യകക്ഷി എന്ന നിലയിൽ, എന്ന രൂപത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങളിൽ. അത് മിഡിൽ ഈസ്റ്റിൽ എടുക്കുന്ന വിവിധ നിലപാടുകൾ, താലിബാനുമായി ബന്ധപ്പെട്ട ഡീലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും അങ്ങനെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളിലും. എൻ്റെ ഓർമ്മയിലേക്ക് ഇപ്പോൾ വരുന്നത് ഖത്തർ അമീർ ഒരു പുതിയ ജെറ്റ്
എയർഫോഴ്സ് വണ്ണിൻ്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സഞ്ചരിക്കുന്നതിന് വേണ്ടി ഈ അടുത്ത കാലത്താണ് സമ്മാനിച്ചത്. അങ്ങനെ വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നു എന്ന് അവർ വിശ്വസിച്ചിരുന്നു. പക്ഷെ അതല്ല സംഭവിച്ചതെന്ന് നമുക്കിപ്പോൾ അറിയാം. അപ്പോൾ വീണ്ടും അമേരിക്കയുമായി ആ വിധത്തിൽ ഒരു വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള കൂടിച്ചേരലിന് ഖത്തർ തയ്യാറാകുമോ? തീർച്ചയായിട്ടും ബിനിൽ, നിലവിലെ സാഹചര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ അത്തരത്തിൽ പ്രത്യക്ഷമായ അമേരിക്കയ്ക്കെതിരെയുള്ള ഒരു നിലപാടെന്ന നിലയിൽ ഖത്തറിൻ്റെ പ്രതികരണമൊന്നും വന്നിട്ടില്ല. പക്ഷേ അതേസമയം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഖത്തർ നടത്തിയിട്ടുള്ള ഈ ആക്രമണത്തിന് ശേഷം നടത്തിയിട്ടുള്ള പ്രതികരണത്തിൽ ഖത്തർ സുവ്യക്തമായി പറഞ്ഞു വെക്കുന്നത് തങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്ത് ഒന്നിനെയും പിന്തുണയ്ക്കുന്നതിന് അല്ലെങ്കിൽ അംഗീകരിക്കുന്നതിന്, അതിനെ ഏറ്റെടുക്കുന്നതിന് അല്ലെങ്കിൽ അതിനോട് മിതപരമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് തങ്ങൾ ഒരുക്കമല്ല എന്നുള്ള നിലപാടാണ് ഖത്തറിനുള്ളത്. അതേസമയം ട്രംപിൻ്റെ പ്രതികരണത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഉള്ളത്, ഇത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മാത്രം തീരുമാനമാണ്. ഈ തീരുമാനത്തിൽ തനിക്കോ തൻ്റെ രാജ്യത്തിനോ യാതൊരു തരത്തിലുള്ള പങ്കുമില്ല എന്നുള്ളൊരു കയ്യൊഴിയൽ നയം ട്രംപ് ഈ പ്രതികരണത്തിൽ നടത്തിയിട്ടുണ്ട്. അതായത് എല്ലാം നെതന്യാഹുവിൻ്റേതാണ്. ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിന് പിന്നിൽ അതിൻ്റെ വിവരം. പക്ഷേ ഇസ്രായേൽ എടുക്കുന്ന ഓരോ നിലപാടിന് പിന്നിലും അമേരിക്കയുടെ ശക്തമായ ഒരു ഗ്രീൻ ലൈറ്റ്, ഒരു പച്ച വെളിച്ചം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഗൗതം അമർകുഞ്ചമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ആശങ്കാകുലമായിട്ടുള്ള സാഹചര്യത്തിലൂടെ തന്നെയാണ് ഖത്തറും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ആ റീജിയനും മുന്നോട്ട് പോകുന്നത്.